അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടും എണ്ണ കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തുടരുന്നു. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില പകുതിയോളം കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. UAE, സൗദി അറേബ്യ, റഷ്യ, ഖത്തർ, നൈജീരിയ, കുവൈറ്റ്, ഇറാഖ്, ഈജിപ്ത്, ബ്രസീൽ, വെനസ്വേല എന്നീ 10 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ നിലവിൽ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. RTI നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന ആയിരക്കണക്കിന് കോടിയുടെ ലാഭവും ഇതിൽ നിന്നും കമ്പനികൾ കേന്ദ്ര സർക്കാരിന് നൽകുന്ന വിഹിതവും വ്യക്തമാക്കിയിട്ടുള്ളത്. എണ്ണ കമ്പനികളുടെ കൊള്ളയ്ക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാല പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ ലാഭം തന്നെ 41,818 കോടി രൂപയാണ്. അതിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ലാഭവിഹിതമായി 7,584 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന് കഴിഞ്ഞ 3 വർഷത്തെ ലാഭം 31,033 കോടി രൂപയാണെന്ന് ഇവർ തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ കമ്പനികൾക്ക് ലാഭം കിട്ടിയിട്ടും അതിൻ്റെ ഒരു ഗുണം പോലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് എണ്ണ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതിൻ്റെ യാതൊരു നേട്ടവും പൊതുമേഖലാ എണ്ണ കമ്പനികൾ രാജ്യത്തെ ജനങ്ങൾക്ക് കൈമാറുന്നില്ല. ഓരോ വർഷത്തെയും ലാഭത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC എന്നിവ ONGC മുഖേന കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന എണ്ണ കമ്പനികൾ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇന്ധനവില കുറയ്ക്കാതെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.